ഹായ് ഹലോ, മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് പൗർണമിയാണ്. പൗർണമി ഇന്ന് കാലത്ത് വെള്ളിയാഴ്ച 21 ജൂൺ കാലത്ത് 7:48 മുതൽ നാളെ രാവിലെ 22 7:22 വരെ പൗർണമിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പൗർണമി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? നമ്മുടെ റിലേഷൻഷിപ്പിലാകാം, ജോബിലാകാം, കരിയർ, ഹെൽത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തികം, അങ്ങനെ ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും വ്യത്യാസം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട്. ആ കാർഡിൻ്റെ എനർജി ആയിരിക്കും പറയുന്നത്. കേൾക്കുന്നവർ പലവിധമായിരിക്കാം. അവരുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾ പണം അടച്ച് 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റീഡിംഗ് കിട്ടും. ഓക്കെ, നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കാനായിരിക്കില്ല. നിങ്ങളാ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് അതിൽ എന്ത് സൊല്യൂഷനാണ് വരുന്നത് അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് കാണാം. പിന്നെ ഇത് നിങ്ങളുടെ എനർജി അല്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഇനി മുന്നോട്ട് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് ഗൈഡൻസ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാം. കുറച്ചധികം കാർഡ് എടുത്ത് നോക്കാം എന്താണ് അതിൽ വരുന്നത്. എല്ലാ തരത്തിലും, അതിപ്പോൾ ഒരു ഹെൽത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ടോട്ടലി എന്താണ് ഒരു മാറ്റം വരുന്നത് എല്ലാ ഇതിലും. ഓക്കെ, ഇതിൽ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളുണ്ടാകാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതായിരിക്കാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള സൂചനകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. അല്ലെങ്കിൽ അത്തരൊരു സാഹചര്യത്തിനെ എത്തരത്തിൽ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഗൈഡൻസ് ഒക്കെ ആയിരിക്കാം ഇത് തരുന്നത്. അപ്പോൾ അത്തരത്തിൽ മാത്രം ഇതിനെ കാണാം. നമുക്കൊന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നമുക്കൊരു 2 കാർഡും കൂടി എടുക്കാം. അപ്പോൾ ഒരു 15 കാർഡാവും. ഓക്കെ, ഓക്കെ, 2 കാർഡും കൂടിയും കിട്ടി. അപ്പോൾ 15 കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പറയുന്ന നമ്പേഴ്സ് അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടോ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ളതാണോ നോക്കാം. ഒരുപക്ഷെ ആയിരിക്കാം. 3 എന്ന് ആവർത്തിച്ച് വരുന്നുണ്ട്. 3 എന്നൊരു നമ്പർ ബർത്ത്ഡേ ആവാം. 2, അതേപോലെ തന്നെ 10, 1, 18, 19, 8, 1, 10 2 വട്ടം വന്നിട്ടുണ്ട്. 6. അപ്പോൾ ഇത്തരം നമ്പറുകൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും തീയതി നമുക്ക് ഇത്രയും തുക ആവശ്യമായിട്ടുണ്ട്, അങ്ങനെ അപ്പം പല രീതിയിൽ നിങ്ങൾ നോക്കാം. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്കാണ് അറിയാം. അത്തരത്തിൽ നിങ്ങൾ നോക്കിയിട്ട് പറയാം. ഇനി ഓരോരോ കാർഡിൻ്റെ എനർജി ആയിട്ട് ഞാൻ പറയാം. ക്യാൻസർ സോഡിയക് സൈൻ ഉള്ള ഒരു ഇത് ചിലപ്പോൾ ഒരു പക്ഷെ കാണുന്നുണ്ടാകാം. അവർക്ക് റെസനേറ്റ് ആകാതെ വാട്ടർ എനർജിയാണ്. എന്താ പറയുക, ഒരു ഡുവൽ മൈൻഡുള്ളവരായിരിക്കാം. അവർ ഒന്നിച്ച് ചേർന്ന് ഒരൊറ്റ ഇതാവുന്നു. 2 ഓഫ് കപ്പാണ് വന്നിട്ടുള്ളത്. ഒരു പങ്കാളിത്തം, ഒരു ഐക്യം, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, ഒരു പ്രപ്പോസൽ, മാരേജ്, കണക്ഷൻ. അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ ഒരു റീയൂണിയനിലുള്ള സാധ്യതകൾ, കാര്യങ്ങൾ, ഒരുപാട് പോസിബിലിറ്റീസ്. ഒരു യൂണിയനാണ് കാണിക്കുന്നത്, ഒരു ലവ്, ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നല്ല രീതിയിൽ.
അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഉള്ളവരാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണെങ്കിൽ അതിനങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിലൊരു രമ്യതയിലേക്ക് വരാനായി, അങ്ങനെ അത്തരം പ്രശ്നങ്ങൾ മാറാൻ, അത് കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എവിടെ നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഒരു ടു ഓഫ് കപ്പ് പോലെ ഒരു ഐക്യത്തിലേക്ക്, ഒരു പങ്കാളിത്തത്തിലേക്ക്, യൂണിയനിലേക്ക് വരാനുള്ള ഒരു സാധ്യതകൾ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ സാധ്യതകളായിട്ട് നോക്കാം. ഇപ്പോൾ ഹെൽത്തിലാണെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് പറയുന്നത്. ഒരു ഇപ്പോൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ദേഹത്തിനോട് ഓക്കെ ആകുന്നു, പ്രതികരിക്കുന്നു, അതേപോലെ ആ ഒരു രീതിയിൽ ഓക്കെ എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ആ കാർഡിൽ കാണിക്കുന്നത്. അപ്പം അത്തരം ഒരു ക്യാൻസർ സോഡിയക് സൈൻ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. പിന്നെ ഏരീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 3 എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ പറഞ്ഞു. ഇതിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകാം, ഒരുപാട് തടസ്സങ്ങൾ വരാം, ഒരുപാട് എന്താ പറയുക, ഒരു പ്ലാനിങ്ങിൻ്റെ അഭാവം, ഒരുപാട് മുന്നോട്ട് കടന്നു പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ, നിരാശ, അത്തരം സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒട്ടും മുന്നോട്ട് പോകാൻ ഒട്ടും വിചാരിക്കാത്ത ഒരുപാട് തടസ്സങ്ങൾ വന്നേക്കാം. ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ പണത്തിനായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടീസ് എല്ലാത്തിനും ഓരോ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് ഒട്ടും പോകാൻ പറ്റുന്നില്ല ഏതൊരു തരത്തിലും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്ന് നോക്കാം. ഈ 3 എന്ന് പറഞ്ഞൊരു ഡേറ്റിന് പ്രാധാന്യം ഉണ്ടോ നോക്കാം. പിന്നെ പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊരു ബിസിനസ്സിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരു പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു സമയം, അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ അത്തരത്തിലുണ്ടാകാം. റീയൂണിയൻസ് ഉണ്ടാകാം, പുതിയൊരു ജോബിലേക്ക് ലഭിക്കുന്നതാകാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്ന ഒരുപാട് പോസിബിലിറ്റീസ് പല വഴിയിൽ നിന്ന് നിങ്ങൾ തീർത്തൊരു നിഷ്കളങ്കമായ ഇതോടുകൂടി തന്നെ ഇതിനെല്ലാത്തിനും അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയുക അംഗീകാരം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകാം. ജീവിതത്തിലെ ഒരു വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എത്ര സാഹസികമായിട്ടുള്ളൊരു എന്തൊരു ഇതാണെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്ത് പോകാനും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് ഈ പറഞ്ഞ സോഡിയക് സൈനിലുള്ളവർ, എയർ സയൻസ് അങ്ങനെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ട് അത് കിട്ടുന്നുണ്ടാകാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ സക്സസ്ഫുൾ ആവാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് എന്താ പറയുക അവസരങ്ങൾ കാര്യങ്ങൾ പല വഴിക്ക് പണം വന്ന് ചേരുന്നതായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ജോബ്, കരിയർ അങ്ങനെ എന്താണെങ്കിലും നല്ല രീതിയിൽ അതിലൊരു സ്കില്ല് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് കരിയർ ആണെങ്കിലും എന്തൊരു തരത്തിലാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ, അതിലിപ്പോൾ വണ്ടി വാങ്ങുന്നതാണെങ്കിലും ഇതേപോലെ തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കുന്നതാണെങ്കിലും എന്താ പറയുക, അങ്ങനെ എന്തൊരു വീട് പണി, അങ്ങനെ എന്തൊരു കാര്യത്തിനും അസുഖങ്ങൾ മാറുന്നത്, അങ്ങനെ എന്താണോ നിങ്ങളുടെ ഒരു ഇത്, അതിനെല്ലാത്തിനും ഒരു പോസിറ്റീവാണ് വരുന്നത്. ഈ കാർഡും പോസിറ്റീവിനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലൊരു സന്തോഷം കാര്യങ്ങളിലേക്ക് എല്ലാത്തിലേക്കും വളരെ താമസിക്കാതെ തന്നെ എത്താൻ സാധിക്കുന്നു. അത്തരം ഒരു എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇപ്പോഴത്തെ ഒരു സമയത്തൊരു അലൈൻമെന്റ് തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒന്നും ഒരു ഓക്കെ ആയ രീതിയിലായിരിക്കില്ല. ഒരുപാട് ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ, ഒരു ടീം വർക്ക് ഇല്ല എന്ന് പറയാം. ഈ ഒരു സമയത്ത് എന്തൊരു ഇതിലാണെങ്കിലും ജോബിലോ ബിസിനസ് അങ്ങനെ കാര്യങ്ങളിലാണെങ്കിൽ ടീം വർക്ക് ഇല്ല. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ടീം വർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒട്ടും ഓക്കെ ആയിട്ട് പോകുന്നുണ്ടാവില്ല. നിങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ, കാര്യങ്ങൾ, ഗോസിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടാകാം. സഹപ്രവർത്തകരാകാം, വീട്ടുകാരാകാം. റിലേഷൻഷിപ്പിലൊക്കെ അപ്പം അങ്ങനെ അത്തരം സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഇനിയും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയെ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. കാപ്രിക്കോണൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക. സോഡിയക് സൈൻ അത് ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ കുറേ കാര്യങ്ങളിലൊന്നൊരു ചേർച്ചയില്ലായ്മയാണ്. ഒരു വളർച്ച നല്ല രീതിയിൽ ചിലപ്പോൾ ഉടലെടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഫയർ സയൻസ് വരുന്നുണ്ട്. ഒരു പുതിയ പ്രോജക്റ്റോ
അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊരു കാര്യമാണെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഒരു പുതിയൊരു കാര്യം ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു പോസിറ്റീവാണ്. അതേപോലെ തന്നെ പുതിയ പ്രോജക്റ്റിലേക്ക് കൈ കൊടുക്കുന്നവർ പുതിയ ജോലി സ്ഥലങ്ങൾ അങ്ങനെ എന്തൊരു കാര്യത്തിലേക്കാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടൊരു ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്കൊരു തീരുമാനം ഒരു പവറോട് കൂടി തന്നെ ഒരുപാട് സാധ്യതകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് വളർച്ച കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പേർക്ക് അങ്ങനെ നോക്കാം. ഫയർ സയൻസ് ഒക്കെ നോക്കാം. ഒരു പോസിറ്റീവായിട്ടുള്ളതാണ് കാർഡുകളെല്ലാം തന്നെ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവത്തിനോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം. ഒരു തണുത്തുറഞ്ഞ ഹൃദയം എന്നൊക്കെ പറയില്ലേ, ഒരു ചിലപ്പോൾ ഒരു നിങ്ങളോട് ആരെങ്കിലും ക്രൂരതകൾ കാര്യങ്ങൾ അങ്ങനെ തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ അത്രയധികം വേദനിപ്പിക്കുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. തെറ്റായ പ്രവർത്തനങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളെ കാണിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് അത്തരം സാഹചര്യം കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. ഇതിൽ നിന്നൊരു റിക്കവറി എന്തായാലും തീർച്ചയായിട്ടും വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. മുന്നോട്ടൊരു ഇതുണ്ട്, റിക്കവറി ഉണ്ട്, ഒരു പുതിയൊരു ബിഗിനിങ് ഉണ്ട്. ഒരു എന്താ പറയുക, ഇതൊരു അവസാനമല്ല. ഇതിൽ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാം. ഇപ്പം കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഒരു 10 വാള് നെഞ്ചിൽ അല്ലെങ്കിൽ പുറത്ത് കുത്തിക്കയറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതിൽ വളരെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാം. ജെമിനി സയൻസ് ഒക്കെ വേണമെങ്കിൽ വരാം. എയർ സൈനാണ്. ഇതിൻ്റെ ഒരു മാറ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. അത് റിവേഴ്സ് ഗാർഡാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങൾ അതിനെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളെ എത്രയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരുപാട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ ഫോട്ടോസ് വീഡിയോസ് മെസ്സേജ് ചിന്തകൾ കാര്യങ്ങൾ ഓർമ്മകളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കരിയർ അങ്ങനെ എല്ലാ കാര്യത്തിനെയും ബാധിച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. നെഗറ്റിവിറ്റി, ഡിപ്രഷൻ, ഒരു സാഡ്നെസ് ഒന്നും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ ഒരു നേരമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തീർത്തും അലസ്യമായിട്ട് അല്ലെങ്കിൽ അലസനായിട്ട് ഉദാസീനയായി അങ്ങനെ ഒരു രീതിയിലിരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, 19 എന്ന് പറഞ്ഞൊരു നമ്പറിന് എന്തെങ്കിലും പ്രാധാന്യ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു എന്താ പറയുക, ഫയർ സൈൻ ആയിരിക്കാം കൂടുതലും. അത് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് എന്നാണ്. മൂൺ എന്നൊരു മൂൺ കാർഡ് കിട്ടുന്നൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് കേട്ടോ കുറേ കാര്യങ്ങൾ, കുറേ മിഥ്യയായിട്ടുള്ള കുറേ ധാരണകൾ, കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നത് ഇതൊരു സ്വപ്നമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ചിലപ്പോൾ ഒരു അബോധാവസ്ഥയായിരിക്കാം, ഡ്രഗ്സ് ആയിരിക്കാം, മദ്യമായിരിക്കാം, ഒരുപാട് ആങ്സൈറ്റി, ഫെയർ, ഭയം, അങ്ങനെ ഒരു കോൺഷ്യസ് മൈൻഡോട് കൂടിയല്ല അതേപോലത്തെ ഒരു രീതിയിൽ അത്തരം ഒരു അബോധാവസ്ഥയിൽ പോകുന്നൊരു ഇതിലായിരിക്കാം. കാരണം ചിലപ്പോൾ പണം ശരിയാവാത്തതുകൊണ്ടായിരിക്കാം, റിലേഷൻഷിപ്പ് പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു വിഷമം കൊണ്ട് അങ്ങനെ അത്തരം ആസക്തികളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി കാര്യങ്ങളായിരിക്കാം. അതിൽ അഭയം കാണുന്നൊരു വ്യക്തിയായിരിക്കാം. ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു മാറ്റം നിങ്ങളുടെ എന്താ പറയുക, ഇതിനെല്ലാത്തിനും പറയുക നിങ്ങൾക്കൊരു യാത്രയോ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. അത്തരം ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്തൊരു സാഹചര്യമാണെങ്കിലും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു ആക്ഷനൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഒരു അഡ്വഞ്ചർ, സാഹസികത എന്ന് കാണിക്കാൻ പറ്റുന്ന സമയമാണ്. അത്തരം ഒരു ഇതിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരണം. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ഇതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴും ഇതിൽ ഇതേപോലെ തന്നെ വരുന്നത് ഈ കൂടുതലും റിലേഷൻഷിപ്പ് കാണുന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. ആഗ്രഹിച്ചൊന്നും നടന്നില്ല. ഒരു കാര്യമായിട്ടുള്ള പൊരുത്തക്കേട്, ഒട്ടും ചേർച്ച കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഭയങ്കര എന്താ പറയുക, ഒരു ഡിസ്ഹാർമണിയാണ്. ഒരു ബ്രോക്കൺ ഫാമിലി എന്നൊക്കെ പറയുന്നത്, തകർന്ന കുടുംബം. റിലേഷൻഷിപ്പുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നു, കോംപ്രമൈസ് ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് ഈ ഒരു സമയം റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈമും ഇനി വരുമ്പോഴും അതങ്ങനെ അത്തരത്തിൽ തന്നെ തുടർന്നു പോകാനാണ് സാധ്യത. ഓക്കെ, ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം കാർഡുകളിൽ അങ്ങനെ പറയുന്നു. പിന്നെ ഒരു അവസരത്തിനെ ചിലപ്പോൾ നിങ്ങളോ അവരോ നഷ്ടപ്പെടുത്തുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ പൈസസ് ആയിരിക്കാം. അതേപോലെ തന്നെ ലിയോ എന്നുള്ളൊരു എനർജി വരുന്നുണ്ട്, അക്വോറിയസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതും കൂടി നോക്കാം, സോഡിയക് സയൻസ് നോക്കാം. അപ്പോൾ ഇതിലൊരു നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു അവസരം എന്ന് പറയുന്നേ അത്തരം അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു നിക്ഷേപമായിരുന്നു, അത് വേണ്ടായിരുന്നു,
അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കുറ്റബോധം കാര്യങ്ങളൊക്കെ, ഒരു പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഒരു അഭാവം, ഒരു പിന്തുണയുടെ അഭാവം, ഒന്ന് ഓക്കെ ആവാന്ന. അപ്പോൾ ഒരു കാര്യത്തിൽ ഓക്കെ അല്ല, ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകാത്തൊരവസ്ഥ, വല്ലാത്തൊരു സാഡ് അവസ്ഥയിൽ തന്നെയായിരിക്കും ഇനി കുറച്ച് പേർക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പിന്നെ വെർഗോ വരുന്നുണ്ട്, ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ്, അത്തരം ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കാം ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു പാഷനോ കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഒന്നുമില്ല, ആരെയും ഇൻസ്പയർഡും അല്ല. നിങ്ങൾ ഒട്ടും പകുതി അങ്ങോട്ട് അങ്ങനെ ഒരു രീതിയിൽ മിസ്ലീഡ് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു ആക്ടിവിറ്റി കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കുറേ പേര് ആ ഒരു സ്റ്റേജിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാകാം. ചിലപ്പോൾ അത്തരം ഒരു കാലഘട്ടം അങ്ങനെ അത്തരത്തിൽ അതിജീവിച്ച് പോകേണ്ടതായിട്ട് വരാം. അപ്പം അത്തരം സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ പൗർണമി നമ്മൾ ഇത്രയും ഒരു 15 കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ നമുക്ക് കാണിച്ച എനർജി ഇതാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ, ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടോ എന്നൊക്കെ കാണുന്നവർ പലരായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർക്ക് നമ്മുടെ റീയൂണിയൻ വീഡിയോസ്, ബാക്കി നമ്മുടെ ഇതിൽ പോയി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ഇതിൽ. ഇത് ടൈംലെസ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റില്ല. കാരണം ഇതൊരു പൗർണമി ബേസ് ചെയ്ത് മാത്രം ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യം നോക്കാം, പുതിയ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ പറയാം. നമ്മളപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.